ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാമീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 2025 ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത്. ഇത് ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നുള്ള ആദ്യത്തെ വീഡിയോയാണ്. ലൂക്ക 17-ാം അധ്യായം. ന്യായാധിപന്മാർ, പ്രഭാഷകൻ എന്നീ പുസ്തകങ്ങളിൽ നിന്ന് 2025 ലോഗോസിന് പഠിക്കാനുള്ള മുഴുവൻ വീഡിയോസും ചെയ്തിട്ടുണ്ട്. ഇതിനു സമാന്തരമായി തന്നെ മോക്ക് ടെസ്റ്റുകളും നടത്തിവരികയാണ്. ആകെ 100 മോക്ക് ടെസ്റ്റുകളാണ് നടത്തുന്നത്. ഇനിയും അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഗൂഗിൾ പേ നമ്പറിൽ രജിസ്ട്രേഷൻ ഫീസ് അടച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ചോദ്യോത്തരങ്ങൾ അതുപോലെ തന്നെ ഒരു പുസ്തകമാക്കിയിട്ടുണ്ട്. പുസ്തകം ആവശ്യമുള്ളവരും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഒന്നാമത്തെ ചോദ്യം, ലൂക്ക 17-ാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട്? 35 വാക്യങ്ങൾ. 2, ലൂക്ക 17-ാം അധ്യായത്തിലെ ആദ്യത്തെ തലക്കെട്ട് ശിഷ്യർക്ക് ഉപദേശങ്ങൾ. 3, ദുഷ്പ്രേരണകൾ ഉണ്ടാകാതിരിക്കുക അസാധ്യം, എന്നാൽ ആരുമൂലം അവ ഉണ്ടാകുന്നുവോ അവന് ദുരിതം. ആരോട് പറഞ്ഞു? യേശു ശിഷ്യന്മാരോട്. 4, എന്തുണ്ടാകാതിരിക്കുക അസാധ്യം എന്നാണ് യേശു പറഞ്ഞത്? ദുഷ്പ്രേരണകൾ. 5, ആർക്ക് ദുരിതം എന്നാണ് ലൂക്ക 17:1 പറഞ്ഞിരിക്കുന്നത്? ആരുമൂലം ദുഷ്പ്രേരണകൾ ഉണ്ടാകുന്നുവോ അവന്. 6, ഈ ചെറിയവരിൽ ഒരുവന് എന്തു നൽകുന്നതിനേക്കാൾ നല്ലത് കഴുത്തിൽ തിരികല്ലുകെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ്. ദുഷ്പ്രേരണ. 7, ആർക്ക് ദുഷ്പ്രേരണ നൽകുന്നതിനേക്കാൾ നല്ലത് കഴുത്തിൽ തിരികല്ലുകെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ്. ഈ ചെറിയവരിൽ ഒരുവന്. 8, ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നതിനേക്കാൾ നല്ലത് എവിടെ തിരികല്ലുകെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ്? കഴുത്തിൽ. 9, നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കുവിൻ എന്ന ആഹ്വാനത്തോടെ യേശു ലൂക്ക 17:3 പറയുന്നത് എന്ത്? നിന്റെ സഹോദരൻ തെറ്റു ചെയ്താൽ അവനെ ശാസിക്കുക, പശ്ചാത്തപിച്ചാൽ അവനോട് ക്ഷമിക്കുക. 10, ആരു തെറ്റു ചെയ്താൽ അവനെ ശാസിക്കുക, പശ്ചാത്തപിച്ചാൽ അവനോട് ക്ഷമിക്കുക എന്നാണ് യേശു പറയുന്നത്? നിന്റെ സഹോദരൻ. 11, നിന്റെ സഹോദരൻ എന്തു ചെയ്താൽ അവനെ ശാസിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്? തെറ്റ്. 12, നിന്റെ സഹോദരൻ തെറ്റു ചെയ്താൽ അവനെ ശാസിക്കുക, എന്തു ചെയ്താൽ അവനോട് ക്ഷമിക്കുക എന്നാണ് പറയുന്നത്? പശ്ചാത്തപിച്ചാൽ. 13, ദിവസത്തിൽ 7 പ്രാവശ്യം അവൻ, അതായത് നിന്റെ സഹോദരൻ, നിനക്കെതിരെ പാപം ചെയ്യുകയും 7 പ്രാവശ്യവും തിരിച്ചു വന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നു എന്ന് പറയുകയും ചെയ്താൽ നീ എന്താണ് ചെയ്യേണ്ടത്? അവനോട് ക്ഷമിക്കണം. 14, ദിവസത്തിൽ എത്ര പ്രാവശ്യം അവൻ നിനക്കെതിരെ പാപം ചെയ്യുകയും അത്ര തന്നെ പ്രാവശ്യം തിരിച്ചു വന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നു എന്ന് പറയുകയും ചെയ്താൽ അവനോട് ക്ഷമിക്കണം എന്നാണ് യേശു പറഞ്ഞത്. 7 പ്രാവശ്യം. 15, ദിവസത്തിൽ 7 പ്രാവശ്യം അവൻ നിനക്കെതിരെ പാപം ചെയ്യുകയും 7 പ്രാവശ്യവും തിരിച്ചു വന്ന് എന്ത് പറയുകയും ചെയ്താൽ നീ അവനോട് ക്ഷമിക്കണം എന്നാണ് യേശു പറയുന്നത്? ഞാൻ പശ്ചാത്തപിക്കുന്നു. 16, ദിവസത്തിൽ 7 പ്രാവശ്യം അവൻ നിനക്കെതിരെ പാപം ചെയ്യുകയും 7 പ്രാവശ്യവും തിരിച്ചു വന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നു എന്ന് പറയുകയും ചെയ്താൽ നീ അവനോട് ക്ഷമിക്കണം എന്ന് യേശു പറഞ്ഞപ്പോൾ അപ്പോസ്തലന്മാർ പറഞ്ഞത് എന്ത്? ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. 17, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന് കർത്താവിനോട് പറഞ്ഞ അപ്പോസ്തലന്മാരോട് കർത്താവ് പറഞ്ഞതെന്ത്? നിങ്ങൾക്ക് ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ സിക്കമിൻ വൃക്ഷത്തോട് ചുവടോടെ ഇളകി കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. 18, നിങ്ങൾക്ക് എത്രത്തോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ സിക്കമിൻ വൃക്ഷത്തോട് ചുവടോടെ ഇളകി കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കുമെന്നാണ് യേശു അപ്പോസ്തലന്മാരോട് പറഞ്ഞത്. ഒരു കടുകുമണിയോളം. 19, നിങ്ങൾക്ക് ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഏതു വൃക്ഷത്തോട് ചുവടോടെ ഇളകി കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കുമെന്നാണ് കർത്താവ് പറഞ്ഞത്. സിക്കമിൻ വൃക്ഷത്തോട്. 20, നിങ്ങളുടെ ആര് ഉഴുകയോ ആടുമേയ്ക്കുകയോ ചെയ്തിട്ട് വയലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവനോട്
നീ ഉടനെ വന്ന് ഭക്ഷണത്തിനിരിക്കുക എന്ന് നിങ്ങളിൽ ആരെങ്കിലും പറയുമോ എന്നാണ് യേശു അപ്പോസ്തലന്മാരോട് ചോദിക്കുന്നത്. ഒരു ഭൃത്യൻ. 21, നിങ്ങളുടെ ഒരു ഭൃത്യൻ എന്തെല്ലാം ജോലികൾ ചെയ്തിട്ട് വയലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവനോട് നീ ഉടനെ വന്ന് ഭക്ഷണത്തിനിരിക്കുക എന്ന് നിങ്ങളിൽ ആരെങ്കിലും പറയുമോ എന്നാണ് യേശു ചോദിക്കുന്നത്. ഉഴുകയോ ആടുമേയ്ക്കുകയോ? 22, നിങ്ങളുടെ ഒരു ഭൃത്യൻ ഉഴുകയോ ആടുമേയ്ക്കുകയോ ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ അവനോട് നീ ഉടനെ വന്ന് എന്ത് ചെയ്യുക എന്ന് നിങ്ങളിൽ ആരെങ്കിലും പറയുമോ എന്നാണ് യേശു ചോദിക്കുന്നത്. ഭക്ഷണത്തിനിരിക്കുക. 23, നിങ്ങളുടെ ഒരു ഭൃത്യൻ ഉഴുകയോ ആടുമേയ്ക്കുകയോ ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ എന്ത് ചെയ്യുക എന്നല്ലേ നിങ്ങൾ പറയുക എന്നാണ് യേശു ചോദിക്കുന്നത്. ഞാൻ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നതുവരെ അരമുറുക്കി എന്നെ പരിചരിക്കുക, അതിനുശേഷം നിനക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം. 24, ഞാൻ എന്തെല്ലാം ചെയ്യുന്നതുവരെ അരമുറുക്കി എന്നെ പരിചരിക്കുക എന്നല്ലേ പറയുക എന്നാണ് യേശു ചോദിക്കുന്നത്. ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നതുവരെ. 25, ഞാൻ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നതുവരെ അരമുറുക്കി എന്നെ പരിചരിക്കുക, അതിനുശേഷം നിനക്ക് എന്തു ചെയ്യാം എന്നല്ലേ നിങ്ങൾ പറയുക എന്നാണ് യേശു ചോദിക്കുന്നത്. തിന്നുകയും കുടിക്കുകയും ചെയ്യാം. 26, എന്ത് ചെയ്തതുകൊണ്ട് ദാസനോട് നിങ്ങൾ നന്ദി പറയുമോ എന്നാണ് യേശു ചോദിക്കുന്നത്. കൽപ്പിക്കപ്പെട്ടത്. 27, കൽപ്പിക്കപ്പെട്ടത് ചെയ്തതുകൊണ്ട് ആരോട് നിങ്ങൾ നന്ദി പറയുമോ എന്നാണ് യേശു ചോദിക്കുന്നത്. ദാസനോട്. 28, കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിനു ശേഷം നിങ്ങൾ എന്തു പറയുക എന്നാണ് യേശു പറയുന്നത്. ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ്, കടമ നിർവഹിച്ചതേയുള്ളൂ. 29, ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ്, ഞങ്ങൾ എന്തു ചെയ്തതേ ഉള്ളൂ എന്ന് പറയുവിൻ എന്നാണ് യേശു പറയുന്നത്. കടമ നിർവഹിച്ചതേ ഉള്ളൂ. 30, ലൂക്ക 17-ാം അധ്യായത്തിന്റെ 2-ാമത്തെ തലക്കെട്ട് 10 കുഷ്ഠരോഗികൾ. 31, എവിടേക്കുള്ള യാത്രയിലാണ് യേശു സമരിയായ്ക്കും ഗലീലിക്കും മധ്യേ കടന്നു പോവുകയായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. ജെറുസലേമിലേക്കുള്ള. 32, ജെറുസലേമിലേക്കുള്ള യാത്രയിൽ യേശു ഏതെല്ലാം പട്ടണങ്ങളുടെ മധ്യയാണ് കടന്നുപോയിരുന്നത്? സമരിയായ്ക്കും ഗലീലിക്കും. 33, 10 കുഷ്ഠരോഗികൾ യേശുവിനെ കണ്ടത് എപ്പോൾ? യേശു സമരിയായ്ക്കും ഗലീലിക്കും മധ്യേയുള്ള ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ. 34, യേശു ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അകലെ നിന്നിരുന്ന എത്ര കുഷ്ഠരോഗികളാണ് അവനെ കണ്ടത്? 10 കുഷ്ഠരോഗികൾ. 35, യേശു ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അകലെ നിന്നിരുന്ന 10 കുഷ്ഠരോഗികൾ സ്വരമുയർത്തി അപേക്ഷിച്ചതെന്ത്? യേശുവേ ഗുരു, ഞങ്ങളിൽ കനിയണമേ. 36, യേശുവേ ഗുരു, ഞങ്ങളിൽ കനിയണമേ എന്ന് അപേക്ഷിച്ചതാര്? 10 കുഷ്ഠരോഗികൾ. 37, 10 കുഷ്ഠരോഗികൾ യേശുവിനോട് യേശുവേ ഗുരു, ഞങ്ങളിൽ കനിയണമേ എന്ന് അപേക്ഷിച്ചപ്പോൾ യേശു അവരോട് പറഞ്ഞതെന്ത്? പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ. 38, പോയി നിങ്ങളെ തന്നെ ആർക്ക് കാണിച്ചു കൊടുക്കുവിൻ എന്നാണ് യേശു 10 കുഷ്ഠരോഗികളോട് പറഞ്ഞത്? പുരോഹിതന്മാർക്ക്. 39, 10 കുഷ്ഠരോഗികൾ സുഖം പ്രാപിച്ചത് എപ്പോൾ? തങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കാൻ പോകും വഴി. 40, തങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കാൻ പോകും വഴി 10 കുഷ്ഠരോഗികൾക്ക് സംഭവിച്ചതെന്ത്? അവർ സുഖം പ്രാപിച്ചു. 41, കുഷ്ഠരോഗികളിൽ ഒരുവൻ എന്തു കണ്ടാണ് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്നത്? താൻ രോഗവിമുക്തനായി എന്നു കണ്ട്. 42, താൻ രോഗവിമുക്തനായി എന്നു കണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്നതാര്? 10 കുഷ്ഠരോഗികളിൽ ഒരുവൻ. 43, 10 കുഷ്ഠരോഗികളിൽ ഒരുവൻ താൻ രോഗവിമുക്തനായി എന്നു കണ്ട് ചെയ്തത് എന്ത്? ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്നു. 44, താൻ രോഗവിമുക്തനായി എന്നു കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്ന കുഷ്ഠരോഗികളിൽ ഒരുവൻ ചെയ്തതെന്ത്? യേശുവിൻ്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി പറഞ്ഞു. 45, താൻ രോഗവിമുക്തനായി എന്നു കണ്ട് തിരിച്ചു വന്നവൻ എങ്ങനെയാണ് നന്ദി പറഞ്ഞത്? യേശുവിൻ്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച്.
46 യേശുവിൻ്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി പറഞ്ഞ അവൻ ഏതു ദേശക്കാരനായിരുന്നു? ഒരു സമരിയാക്കാരൻ. 47 യേശുവിൻ്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി പറഞ്ഞ ആ സമരിയാക്കാരനോട് യേശു ചോദിച്ചതെന്ത്? 10 പേരല്ലേ സുഖപ്പെട്ടത്, ബാക്കി 9 പേർ എവിടെ? 48 10 പേരല്ലേ സുഖപ്പെട്ടത്, ബാക്കി 9 പേർ എവിടെ എന്ന് ചോദിച്ചതിനെ തുടർന്ന് യേശു ചോദിക്കുന്നത് എന്ത്? ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് തോന്നിയില്ലേ? 49 ആർക്കല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് തോന്നിയില്ലേ എന്നാണ് യേശു ആ സമരിയാക്കാരനോട് ചോദിച്ചത്. ഈ വിജാതീയനല്ലാതെ. 50 ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് തോന്നിയില്ലേ എന്ന തൻ്റെ ചോദ്യത്തെ തുടർന്ന് യേശു ആ സമരിയാക്കാരനോട് പറഞ്ഞതെന്ത്? എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. 51 എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക, എന്ത് നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നാണ് യേശു സുഖം പ്രാപിച്ച് തിരിച്ചു വന്ന ആ സമരിയാക്കാരനോട് പറഞ്ഞത്? നിന്റെ വിശ്വാസം. 52 ലൂക്ക 17-ാം അധ്യായത്തിന്റെ 3-ാമത്തെ തലക്കെട്ട് മനുഷ്യപുത്രന്റെ ആഗമനം. 53 ലൂക്ക 17:20 പ്രകാരം ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത് എന്ന് ചോദിച്ചതാര്? ഫരിസയർ. 54 ലൂക്ക 17:20 പ്രകാരം ഫരിസയർ യേശുവിനോട് ചോദിച്ചതെന്ത്? ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത്? 55 എങ്ങനെയല്ല ദൈവരാജ്യം വരുന്നത് എന്നാണ് ഫരിസയരോട് യേശു പറയുന്നത്? പ്രത്യക്ഷമായ അടയാളങ്ങളോടുകൂടെയല്ല. 56 ദൈവരാജ്യത്തെക്കുറിച്ച് ആരും പറയുകയില്ലാത്തത് എന്ത്? ഇതാ ഇവിടെ, അതാ അവിടെ എന്ന്. 57 ദൈവരാജ്യം ഇതാ ഇവിടെ, അതാ അവിടെ എന്ന് ആരും പറയുകയില്ല. എന്തുകൊണ്ട്? ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. 58 ആരുടെ ദിവസങ്ങളിൽ ഒന്ന് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയം വരും എന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്? മനുഷ്യപുത്രന്റെ. 59 മനുഷ്യപുത്രന്റെ എന്ത് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയം വരും എന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്? ദിവസങ്ങളിൽ ഒന്ന്. 60 മനുഷ്യപുത്രന്റെ ദിവസങ്ങളിൽ ഒന്ന് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയം വരും, എന്നാൽ ഡാഷ് ലൂക്ക 17:22 പ്രകാരം പൂരിപ്പിക്കുക, നിങ്ങൾ കാണുകയില്ല. 61 മനുഷ്യപുത്രന്റെ ദിവസങ്ങളെക്കുറിച്ച് അവർ നിങ്ങളോട് എന്തു പറയും എന്നാണ് യേശു ശിഷ്യന്മാർക്ക് മുന്നറിയിപ്പ് നൽകുന്നത്? അതാ അവിടെ, ഇതാ ഇവിടെ എന്ന് അവർ നിങ്ങളോട് പറയും. 62 അതാ അവിടെ, ഇതാ ഇവിടെ എന്ന് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത് എന്നാണ് യേശു പറയുന്നത്? നിങ്ങൾ പോകരുത്, അവരെ നിങ്ങൾ അനുഗമിക്കുകയും അരുത്. 63 ആകാശത്തിന്റെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് പായുന്ന മിന്നൽ പിണർ പ്രകാശിക്കുന്നത് പോലെ ആയിരിക്കും തൻ്റെ ദിവസത്തിൽ ആര്? മനുഷ്യപുത്രൻ. 64 മനുഷ്യപുത്രൻ തൻ്റെ ദിവസത്തിൽ എങ്ങനെയായിരിക്കും എന്നാണ് യേശു പറയുന്നത്? ആകാശത്തിന്റെ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റത്തേക്ക് പായുന്ന മിന്നൽ പിണർ പ്രകാശിക്കുന്നത് പോലെ. 65 എന്തു പ്രകാശിക്കുന്നത് പോലെ ആയിരിക്കും മനുഷ്യപുത്രൻ തൻ്റെ ദിവസത്തിൽ എന്നാണ് യേശു പറയുന്നത്? മിന്നൽ പിണർ. 66 വളരെ കഷ്ടത സഹിക്കുകയും ഈ തലമുറയാൽ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നതാര്? മനുഷ്യപുത്രൻ. 67 ആരുടെ ദിവസങ്ങളിൽ സംഭവിച്ചത് എങ്ങനെയോ അങ്ങനെയായിരിക്കും മനുഷ്യപുത്രന്റെ ദിവസങ്ങളിലും. നോഹയുടെ. 68 നോഹയുടെ ദിവസങ്ങളിൽ സംഭവിച്ചത് എങ്ങനെയോ അങ്ങനെയായിരിക്കും ആരുടെ ദിവസങ്ങളിലും? മനുഷ്യപുത്രന്റെ. 69 നോഹ പെട്ടകത്തിൽ പ്രവേശിക്കുകയും ജലപ്രളയം വന്ന് സകലതും നശിപ്പിക്കുകയും ചെയ്യുന്നതുവരെ അവർ ചെയ്തിരുന്നത് എന്ത്? തിന്നും കുടിച്ചും വിവാഹം ചെയ്തു കൊടുത്തും കഴിഞ്ഞിരുന്നു. 70 തിന്നും കുടിച്ചും വിവാഹം ചെയ്തു കൊടുത്തും കഴിഞ്ഞിരുന്നത് എന്നുവരെ എന്നാണ് യേശു പറയുന്നത്? നോഹ പെട്ടകത്തിൽ പ്രവേശിക്കുകയും ജലപ്രളയം വന്ന് സകലതും നശിപ്പിക്കുകയും ചെയ്യുന്നതുവരെ. 71 നോഹ പെട്ടകത്തിൽ പ്രവേശിക്കുകയും ജലപ്രളയം വന്ന് സകലതും നശിപ്പിക്കുകയും ചെയ്യുന്നതുവരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തു കൊടുത്തും കഴിഞ്ഞിരുന്നു.
ആരുടെ നാളുകളിലും അങ്ങനെ തന്നെ ആയിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലോത്തിന്റെ. 72 ലോത്തിന്റെ നാളുകളിലും അങ്ങനെ തന്നെ ആയിരുന്നു എന്ന് പറഞ്ഞതിനു ശേഷം പറഞ്ഞിരിക്കുന്നത് എന്ത്? അവർ തിന്നുകയും കുടിക്കുകയും വാങ്ങുകയും വിൽക്കുകയും നടുകയും വീട് പണിയുകയും ചെയ്തുകൊണ്ടിരുന്നു. 73 അവർ തിന്നുകയും കുടിക്കുകയും വാങ്ങുകയും വിൽക്കുകയും നടുകയും വീട് പണിയുകയും ചെയ്തുകൊണ്ടിരുന്നു. ആരുടെ നാളുകളിൽ? ലോത്തിന്റെ. 74 ലോത്ത് സോദോമിൽ നിന്നും ഓടിപ്പോയ ദിവസം സംഭവിച്ചതെന്ത്? സ്വർഗത്തിൽ നിന്ന് തീയും ഗന്ധകവും പെയ്ത് അവരെയെല്ലാം നശിപ്പിച്ചു. 75 ലോത്ത് സോദോമിൽ നിന്ന് ഓടിപ്പോയ ദിവസം എവിടെ നിന്നാണ് തീയും ഗന്ധകവും പെയ്ത് അവരെയെല്ലാം നശിപ്പിച്ചത്? സ്വർഗത്തിൽ നിന്ന്. 76 ലോത്ത് സോദോമിൽ നിന്ന് ഓടിപ്പോയ ദിവസം സ്വർഗത്തിൽ നിന്ന് എന്തെല്ലാം പെയ്താണ് അവരെയെല്ലാം നശിപ്പിച്ചത്? തീയും ഗന്ധകവും. 77 ലോത്ത് സോദോമിൽ നിന്ന് ഓടിപ്പോയ ദിവസം സ്വർഗത്തിൽ നിന്ന് തീയും ഗന്ധകവും പെയ്ത് അവരെയെല്ലാം നശിപ്പിച്ചു. ഇപ്രകാരം തന്നെ ആയിരിക്കും എന്ന് പറയപ്പെടുന്ന സമയം മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസത്തിലും. 78 മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസത്തിലും എപ്രകാരം തന്നെ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലോത്ത് സോദോമിൽ നിന്ന് ഓടിപ്പോയ ദിവസം സ്വർഗത്തിൽ നിന്ന് തീയും ഗന്ധകവും പെയ്ത് അവരെയെല്ലാം നശിപ്പിച്ചതുപോലെ. 79 ആ ദിവസം പുരമുകളിലായിരിക്കുന്നവൻ വീടിനകത്തുള്ള തൻ്റെ സാധനങ്ങൾ എടുക്കാൻ താഴേക്ക് ഇറങ്ങിപ്പോകരുത്. അതുപോലെ തന്നെ വയലിലായിരിക്കുന്നവൻ പിന്നിലുള്ളവയിലേക്ക് തിരിയരുത്. ഏതു ദിവസം? മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസം. 80 മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസം പുരമുകളിലായിരിക്കുന്നവൻ എന്തു ചെയ്യരുത്? വീടിനകത്തുള്ള തൻ്റെ സാധനങ്ങൾ എടുക്കാൻ താഴേക്ക് ഇറങ്ങിപ്പോകരുത്. 81 മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസം വീടിനകത്തുള്ള തൻ്റെ സാധനങ്ങൾ എടുക്കാൻ താഴേക്ക് ഇറങ്ങിപ്പോകരുത് എന്ന് പറയുന്നത് ആരെക്കുറിച്ച്? പുരമുകളിൽ ആയിരിക്കുന്നവനെ കുറിച്ച്. 82 മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസം വയലിലായിരിക്കുന്നവൻ ചെയ്യരുതെന്ന് പറയുന്നത് എന്ത്? പിന്നിലുള്ളവയിലേക്ക് തിരിയരുത്. 83 മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസം പിന്നിലുള്ളവയിലേക്ക് തിരിയരുത് എന്ന് പറയുന്നത് ആരെക്കുറിച്ച്? വയലിൽ ആയിരിക്കുന്നവനെ കുറിച്ച്. 84 മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസം പുരമുകളിലായിരിക്കുന്നവൻ വീടിനകത്തുള്ള തൻ്റെ സാധനങ്ങൾ എടുക്കാൻ താഴേക്ക് ഇറങ്ങിപ്പോകരുത്. അതുപോലെ തന്നെ വയലിലായിരിക്കുന്നവനും പിന്നിലുള്ളവയിലേക്ക് തിരിയരുത്. അവർക്ക് സംഭവിച്ചത് ഓർക്കുക. ആർക്ക് സംഭവിച്ചത് ഓർക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ലോത്തിന്റെ ഭാര്യയ്ക്ക്. 85 തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്നത് ആര്? തൻ്റെ ജീവൻ നിലനിർത്താൻ പരിശ്രമിക്കുന്നവൻ. 86 തൻ്റെ ജീവൻ നിലനിർത്താൻ പരിശ്രമിക്കുന്നവന് സംഭവിക്കുന്നത് എന്ത്? അത് നഷ്ടപ്പെടുത്തും. 87 തൻ്റെ ജീവൻ നിലനിർത്തുന്നതാര്? തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ. 88 തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്നവന് സംഭവിക്കുന്നത് എന്ത്? അത് നിലനിർത്തും. 89 ഒരാൾ എടുക്കപ്പെടുകയും മറ്റേയാൾ അവശേഷിക്കുകയും ചെയ്യുന്നത് എപ്പോൾ? മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസത്തിൽ രാത്രി ഒരു കട്ടിലിൽ ഉണ്ടായിരുന്ന 2 പേരിൽ നിന്നും. 90 ഒരു കട്ടിലിൽ ഉണ്ടായിരുന്ന 2 പേരിൽ ഒരാൾക്ക് സംഭവിക്കുന്നത് എന്ത്? എടുക്കപ്പെടും. 91 ഒരു കട്ടിലിൽ ഉണ്ടായിരുന്ന 2 പേരിൽ അവശേഷിക്കുന്നത് ആര്? മറ്റേയാൾ. 92 ലൂക്ക 17:35 ഒരുവൾ എടുക്കപ്പെടും മറ്റവൾ അവശേഷിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ച്? 2 സ്ത്രീകൾ ഒരുമിച്ച് ധാന്യം പൊടിച്ചുകൊണ്ടിരിക്കുമ്പോൾ. 93 2 സ്ത്രീകൾ ഒരുമിച്ച് ധാന്യം പൊടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുവൾക്ക് സംഭവിക്കുന്നത് എന്ത്? എടുക്കപ്പെടും. 94 2 സ്ത്രീകൾ ഒരുമിച്ച് ധാന്യം പൊടിച്ചുകൊണ്ടിരിക്കുന്നതിൽ മറ്റവൾക്ക് സംഭവിക്കുന്നത് എന്ത്? അവശേഷിക്കും. 95 2 സ്ത്രീകൾ ഒരുമിച്ച് ധാന്യം പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുവൾ എടുക്കപ്പെടും, മറ്റവൾ അവശേഷിക്കും എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചത് എന്ത്? കർത്താവെ, എവിടേക്ക്? 96 2 സ്ത്രീകൾ ഒരുമിച്ച് ധാന്യം പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുവൾ എടുക്കപ്പെടും, മറ്റവൾ അവശേഷിക്കും എന്ന് പറഞ്ഞപ്പോൾ കർത്താവെ എവിടേക്ക് എന്ന് ശിഷ്യന്മാർ ചോദിച്ചതിന് അവൻ പറഞ്ഞ മറുപടി എന്ത്? ശവം എവിടെയോ അവിടെ കഴുകന്മാർ വന്നുകൂടും. 97 ശവം എവിടെയോ അവിടെ വന്നുകൂടുന്നത് ആര്? കഴുകന്മാർ. 98
കഴുകന്മാർ വന്നുകൂടുന്നത് എവിടെ, ശവം എവിടെയോ അവിടെ. ഇങ്ങനെ 98 ചോദ്യങ്ങളാണ് ലൂക്ക 17-ാം അധ്യായത്തിൽ നിന്നും തയ്യാറാക്കിയിട്ടുള്ളത്. നാളെ 18-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതിന് സമാന്തരമായി മോക്ക് ടെസ്റ്റുകൾ നടത്തുന്ന കാര്യം പറഞ്ഞിരുന്നു. 25 മോക്ക് ടെസ്റ്റുകൾ നടത്തി കഴിഞ്ഞു. ഇനിയും 75 മോക്ക് ടെസ്റ്റുകൾ കൂടിയുണ്ട്. എല്ലാ അധ്യായങ്ങളും നമ്മൾ ആവർത്തിച്ച് മോക്ക് ടെസ്റ്റ് നടത്തുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ താല്പര്യമുള്ളവർക്ക് ഇനിയും രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. പുസ്തകത്തിൻ്റെ കാര്യവും ആദ്യ ഭാഗത്ത് പറഞ്ഞിരുന്നു. പുസ്തകം ആവശ്യമുള്ളവർ കേരളത്തിനുള്ളിൽ 250 രൂപയും കേരളത്തിന് പുറത്ത് 300 രൂപയും പോസ്റ്റൽ ചാർജ് ഉൾപ്പെടെ അയച്ചു തരിക. പൈസ അയച്ച് അതിൻ്റെ സ്ക്രീൻഷോട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് അയച്ചു തരിക. 3-4 ദിവസത്തിനുള്ളിൽ തന്നെ പുസ്തകം നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതായിരിക്കും. എല്ലാവരും നന്നായി വചനം പഠിക്കുക. എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.